പ്രശസ്ത സംവിധായകൻ പി ഭാരതിരാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സൂപ്പർ ഹിറ്റ് സിനിമകളുടെ പരമ്പര ഒരുക്കിയ സംവിധായകനാണ് ഭാരതിരാജ. ഗ്രാമീണ കഥകൾക്ക് പുനർനിർവചനം നൽകുകയും നിരവധി സിനിമകളെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത സംവിധായകനാണ് ഭാരതിരാജ. തമിഴ് സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ള ചലച്ചിത്ര കലാകാരന്മാരിൽ ഒരാളായാണ് അദ്ദേഹത്തെ കാണുന്നത്. 1941 ജൂലൈ 17 ഭാരതിരാജയുടെ ജനനം. രജനീകാന്തിനെയും കമൽഹാസനെയും കേന്ദ്ര കഥാപാത്രമാക്കി 1977 16 വയതിനിലെ എന്ന ചിത്രമൊരുക്കി ഭാരതിരാജ സംവിധാന രംഗത്ത് തുടക്കം കുറിച്ചു. ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരുന്നതും ഭാരതിരാജയായിരുന്നു. ആദ്യ സിനിമയിൽ തന്നെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ഭാരതിരാജ സ്വന്തമാക്കി. തൊട്ടടുത്ത വർഷം കിഴക്കേ പോകും റെയിൽ എന്ന ചിത്രമായിരുന്നു അദ്ദേഹം ഒരുക്കിയത്. അതേ വർഷം തന്നെ സിഗപ്പ് റോജാക്കൾ എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ തുടരും എന്ന ചിത്രത്തിൽ പഴയകാല സ്റ്റണ്ട് മാസ്റ്ററുടെ വേഷത്തിൽ ഭാരതിരാജ എത്തിയിരുന്നു. 6 തവണ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2004 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. ആരോഗ്യ മേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് ഹെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.